ഹായ് ടീം, ഇറ്റ്സ് മീ മുനീർ ഫ്രം വെസ്റ്റേൺ സ്പിയേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റോർ ലെവൽ ഓർഗനൈസേഷൻ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു സ്റ്റോർ ലെവൽ ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റോർ മാനേജർ എന്ന് പറയുന്നത്. ഓവറോൾ പെർഫോമൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സ്റ്റോർ മാനേജർ ആയിരിക്കും. ഉദാഹരണമായിട്ട് ലുലു, നെസ്റ്റോ ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. ഒരു സ്റ്റോറിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് സ്റ്റോർ മാനേജർ. ഈ സ്റ്റോർ മാനേജർക്ക് ഒരു അസിസ്റ്റൻ്റ് മാനേജറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റോറ് എങ്ങനെ മാനേജ് ചെയ്യണം, സെയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, സ്റ്റാഫിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ സ്റ്റോർ മാനേജറുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ആ സ്റ്റോറിൽ തന്നെ നമുക്ക് അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജേഴ്സ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് ലുലു, നെസ്റ്റോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഡിവിഷനിൽ ഒരു മാനേജർ ഉണ്ടാവും, ഫ്രഷ് ഫുഡ് ഡിവിഷനിൽ ഒരു മാനേജർ ഉണ്ടാവും, ഫ്രണ്ട് എൻഡ് ഒരു മാനേജർ ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഒരു മാനേജർ ഉണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഉദാഹരണമായിട്ട് സൂപ്പർ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലുള്ള ഗ്രോസറി, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ഈ കാണുന്ന കാറ്റഗറീസിലൊക്കെ മാനേജ് ചെയ്യുക. അവരുടെ സ്റ്റോക്ക് അവൈലബിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യണം. പിന്നെ സ്റ്റോറിലുള്ള സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടോ, ഇതൊക്കെ സ്റ്റോർ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, ഇവരെ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുക. ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിന് അണ്ടറിലാണ് സൂപ്പർവൈസേഴ്സ് വരിക. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിന് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, ഇവരുടെ അണ്ടറിലാണ് സ്റ്റാഫ് വരിക. സൂപ്പർ മാർക്കറ്റിലുള്ള സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സൂപ്പർവൈസർ ആയിരിക്കും. അങ്ങനെ ഓരോ കാറ്റഗറി. ഇപ്പോൾ ഫ്രഷ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫുഡിന് ഒരു സൂപ്പർവൈസർ ഉണ്ട്.